കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് അനാലിസിസിൻ്റെ കഴിഞ്ഞ ലെക്ചറുകളിൽ നമ്മൾ പരിചയപ്പെട്ടത് എന്താണ് ഫൈനൈറ്റ് എലമെൻ്റ് അനാലിസിസ് എന്നും അതിൻ്റെ സ്റ്റെപ്സുമാണ്. ഇനി ഈ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഷേപ്പ് ഫംഗ്ഷൻ ആൻഡ് ഡെറിവേഷൻ ഓഫ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ഫോർ എ വൺ ഡയമെൻഷണൽ ബാർ എലമെൻറ്റ്. അപ്പോൾ ടോപ്പിക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, ഷേപ്പ് ഫംഗ്ഷൻ ഓർ interpolation function. അപ്പോൾ ഷേപ്പ് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു എലമെൻറ്റിനെ കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഒരു ട്രയാങ്കുലർ എലമെൻറ്റ്. നമ്മൾ പല ടൈപ്പ് ഓഫ് എലമെൻറ്റ് പഠിച്ചിട്ടുണ്ട്. 1 ഡയമെൻഷണൽ എലമെൻറ്റ്, 2 ഡയമെൻഷണൽ എലമെൻറ്റ് ആൻഡ് 3 ഡയമെൻഷണൽ എലമെൻറ്റ്. ഈ ട്രയാങ്കുലർ എലമെൻറ്റ് എന്താണ്? ഒരു 2 ഡയമെൻഷണൽ എലമെൻ്റ് ആണ്. ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ ഓരോ നോഡ്, ഇത് ഫസ്റ്റ് നോഡ്, ഇത് സെക്കൻഡ് നോഡ്, തേർഡ് നോഡ്. ഈ ഓരോ നോഡിലും എന്തുണ്ട്? 2 ഡയമെൻഷണൽ എലമെൻ്റ് ആയതുകൊണ്ട് ഇതിന് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും എന്തുണ്ട്? ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു u1 ആൻഡ് v1. അതുപോലെ തന്നെ 2 എന്ന് പറയുന്ന പോയിന്റിൽ u2 ഇൻ എക്സ് ഡയറക്ഷൻ ആൻഡ് v2 ഇൻ വൈ ഡയറക്ഷൻ. സിമിലർലി ഇൻ 3 എന്ന് പറയുന്ന പോയിന്റിൽ u3 ആൻഡ് v3. അപ്പോൾ ഇങ്ങനെ ഒരു എലമെൻറ്റിൻ്റെ ഈ 3 പോയിന്റിലെ 3 നോഡിലെയും ഡിസ്പ്ലേസ്മെൻറ്റ് വേരിയബിൾസ് നമുക്കറിയാം. പക്ഷേ ഇതിലൊരു p എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ഈ എലമെൻറ്റിൻ്റെ ഉള്ളിൽ p എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലെ ഡിസ്പ്ലേസ്മെൻറ്റ് u എത്ര, v എത്ര, ഇത് കാണണം നമുക്ക്. p എന്ന് പറയുന്ന പോയിന്റിൽ uവും v നമുക്ക് കാണണം. ഇത് കാണണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫങ്ഷൻസിന് പറയുന്ന പേരാണ് ഷേപ്പ് ഫങ്ഷൻ. ഓക്കെ, അതായത് നമുക്കൊരു എലമെൻ്റ് ഉണ്ട്. ആ എലമെൻറ്റിൻ്റെ നോഡിൽ ഉള്ള വാല്യൂസ് നമുക്കറിയാം. നോഡൽ പോയിന്റ്സ് വാല്യൂസ്, അതാണ് നോഡൽ പോയിന്റ്സ്. നോഡൽ പോയിന്റ്സിൻ്റെ വാല്യൂസ് നമുക്കറിയാം. പക്ഷേ അതിൻ്റെ ആ എലമെൻറ്റിൻ്റെ ഉള്ളിൽ p എന്ന് പറയുന്നൊരു പോയിന്റ്, ആ പോയിന്റിൽ ഈ യുവിൻ്റെയും വിയുടെയും വാല്യൂ അറിയണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫങ്ഷൻസിന് പറയുന്ന പേരാണ് ഷേപ്പ് ഫങ്ഷൻസ്. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ഇന്റർപോളേഷൻ ഫങ്ഷൻ. സോ ഇനി ഷേപ്പ് ഫംഗ്ഷൻ്റെ ജനറൽ ഇക്വേഷൻ ഇതാണ്. ഷേപ്പ് ഫംഗ്ഷൻ്റെ ജനറൽ ഇക്വേഷൻ phi is equal to n1 phi1 plus n2 phi2 plus n3 phi3. ഇത് phi is equal to n1 phi1 plus n2 phi2 plus n3 phi3. ഇനി ഇതിനെ നമ്മൾ യുവിൻ്റെയും വിയുടെയും ടേംസിലോട്ട് മാറ്റുമ്പോൾ എങ്ങനെ വരും? up is equal to n1 u1 plus n2 u2 plus n3 u3 ആൻഡ് വിയുടെ ടൈംസിലാണെങ്കിൽ vp n1 v1 plus n2 v2 plus n3 v3. അപ്പോൾ ജനറൽ കേസിലുള്ള ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. കൂടാതെ നമ്മളത് ഓരോ കേസിലോട്ടും യു ഡയറക്ഷനിലോട്ടും യു ഡിസ്പ്ലേസ്മെൻറ്റിലോട്ടും, അതായത് എക്സ് ഡയറക്ഷനിലോട്ടും വൈ ഡയറക്ഷനിലോട്ടും മാറ്റുമ്പോൾ അതെങ്ങനെ മാറി വരും? n1 u1 plus n2 u2 plus n3 u3 and similarly n1 v1 plus n2 v2 plus n3 v3. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ഇതിൻ്റെ ഒരു ജനറൽ ഇക്വേഷൻ പഠിച്ചു. ഷേപ്പ് ഫംഗ്ഷൻ എന്താണ്? ഇതിൻ്റെ ഒരു ജനറൽ ഇക്വേഷൻ, അത് അത് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും വരുമ്പോൾ എങ്ങനെ മാറ്റം വരും അത് നോക്കി. ഇനി നമുക്ക് വേണ്ടത് ഒരു ഷേപ്പ് ഫംഗ്ഷൻ്റെ ജനറൽ കേസാണ് നമുക്ക് പഠിച്ചത്. നമുക്കിപ്പോൾ പല ടൈപ്പ് ഓഫ് എലമെൻ്റ് ഉണ്ട്. 1 ഡയമെൻഷണൽ എലമെൻ്റ് ഉണ്ട്, 2 ഡയമെൻഷണൽ എലമെൻ്റ് ഉണ്ട്, 3 ഡയമെൻഷണൽ എലമെൻ്റ് ഉണ്ട്. ഇത് ഓരോ കേസിനനുസരിച്ചും അതിൻ്റെ ഷേപ്പ് അനുസരിച്ചും ഈ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. ഏത്? ഈ ഫൈയുടെ വാല്യൂസ് എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. phi is equal to n1 phi1 plus n2 phi2 plus n3 phi3 എന്ന് പറയുന്ന വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യുക? ഡിറൈവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത് മെയിനായിട്ട് 1 ഡയമെൻഷണൽ എലമെൻറ്റിനെ കുറിച്ചായതുകൊണ്ട് ഒരു 1 ഡയമെൻഷണൽ എലമെൻറ്റിൻ്റെ ഷേപ്പ് ഫംഗ്ഷൻ എങ്ങനെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം, അതാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് എക്സ്പ്രഷൻ ഫോർ ഷേപ്പ് ഫംഗ്ഷൻ. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഒരു 1 ഡയമെൻഷണൽ എലമെൻറ്റ് കൺസിഡർ ചെയ്യുക. ഇതാണ് ഒരു 1 ഡയമെൻഷണൽ എലമെൻറ്റ്.
അതായത് ഇതിൻ്റെ 1 എന്ന് പറയുന്ന പോയിന്റ് ഇത്, 2 എന്ന് പറയുന്ന പോയിന്റ് ഇത് ഒരു നോട്ട്സ് ആണ്, ഒരു 1 ഡയമെൻഷണൽ ലൈൻ ബാർ എലമെന്റ്. ഇതിൻ്റെ ഫസ്റ്റ് പോയിന്റ് ആൻഡ് സെക്കൻഡ് പോയിന്റ്, ഫസ്റ്റ് നോഡ് ആൻഡ് സെക്കൻഡ് നോഡ്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് എൽ, ആ എലമെന്റിന്റെ ലെങ്ത് ആണ് എൽ. ഇതിൽ x = 0 എന്ന് പറയുന്ന പോയിന്റിൽ യുവിൻ്റെ വാല്യൂ, യു എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ, x = 0 എന്ന് പറയുന്ന പോയിന്റിൽ u = u1 ആൻഡ് x = L എന്ന് പറയുന്ന പോയിന്റിൽ യുവിൻ്റെ വാല്യൂ u2. ഓക്കെ, ഇങ്ങനെ ഒരു എലമെന്റ് കൺസിഡർ ചെയ്താൽ എന്തായിരിക്കും അതിന്റെ ഷേപ്പ് ഫംഗ്ഷൻ? അതാണ് നമ്മൾ ഇനി ഡെറൈവ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മളത് ഡെറൈവ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ആണ് യു. ഈ യു എന്ന് പറയുന്നത് u = a0 + a1x. ഈ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ഒരു ലീനിയർ എലമെന്റ്, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ u = 1 ഡയമെൻഷൻ ആണ്. ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് u = ഒരു 1 ഡയമെൻഷണൽ എലമെന്റിന്റെ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ യുവിൻ്റെ ഇക്വേഷൻ u = a0 + a1x. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്യാൻ പറഞ്ഞാണ്. ഇതാണത്. കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോസ് ലെക്ചർ നോക്കി നമുക്കറിയാം. ഇതാണ് ആ ഇക്വേഷൻ. ലീനിയർ ആണെങ്കിൽ 1 ഡയമെൻഷണൽ യുവിൻ്റെ വാല്യൂ u of x = u is a function of x, u of x = a0 + a1x. ഓക്കെ, സോ ഇതാണ് ഇക്വേഷൻ u = a0 + a1x. ഇനി അത് നമ്മളൊരു മെട്രിക്സ് ഫോർമാറ്റിലോട്ട് മാറ്റുവാണ്. 1x ഒരു റോ മെട്രിക്സ്, 1 റോയും 2 കോളം ഉള്ള മെട്രിക്സ് 1x ഇൻറ്റു a0 a1. ഇത് നമുക്ക് എന്ത് ചെയ്തു, ഒരു മെട്രിക്സ് ഫോർമാറ്റിലോട്ട് മാറ്റിയതാണ്. ഇനി നമ്മളത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? ഈ 1 × a0 എന്ത് വരും? a0 പ്ലസ് x × a1, a1x. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? ഈ ഫോർമാറ്റിലോട്ട് മാറ്റി, ഒരു മെട്രിക്സ് ഫോർമാറ്റിലോട്ട് മാറ്റി. u = 1x ഇൻറ്റു a0 a1. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. എന്താണ് ബൗണ്ടറി കണ്ടീഷൻസ്? x = 0 എന്ന് പറയുന്ന പോയിന്റിൽ യുവിന്റെ വാല്യൂ എന്താണ്? u1 ആണ്. x = L എന്ന് പറയുന്ന പോയിന്റിൽ യുവിന്റെ വാല്യൂ u2 ആണ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. x = 0, u = u1, u1 = എന്ത് വരും? u1, ഇവിടെ u1 വരും. u1 = a0 + a1 ഇൻറ്റു x. ഇതാണ് x. x എന്ത് വരും? 0 ആണ്. എന്ത് വരും? u1 = a0 എന്ന് നമുക്ക് കിട്ടും. u1 = a0. ഇത് u1 = a0. സിമിലർലി അറ്റ് നോഡ് 2 എന്ന് പറയുന്ന പോയിന്റ് ഇത് 2ൽ x = L ആവുമ്പോൾ u1ന്റെ വാല്യൂ u2, x = L ആണെങ്കിൽ യുവിന്റെ വാല്യൂ u2. സോ u2 = x = L ആണെങ്കിൽ u = u2, u2 = a0 + a1 ഇൻറ്റു L. അപ്പോൾ എന്ത് വരും? a0 + L a1. ഇത് രണ്ട് ഇക്വേഷൻ 3ഉം 4ഉം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് u1ന്റെ വാല്യൂ എന്ത് കിട്ടി? a0 എന്ന് കിട്ടി. u2യുടെ വാല്യൂ a0 + L ഇൻറ്റു a1. ഇനി നമ്മളിത് എന്ത് ചെയ്യുന്ന ഒരു മെട്രിക്സ് ഫോർമാറ്റിലോട്ട് മാറ്റുന്നു. u1 u2 = 1 0 1 L a0 a1. അപ്പോൾ ഇതെങ്ങനെയാണ് മെട്രിക്സ് ഫോർമാറ്റിലോട്ട് മാറ്റി ചെയ്തേക്കുന്നത്? 1 0 1 L a0 a1. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ ഈ ആൻസർ കിട്ടണം. 1 × a0, അതായത് ഫസ്റ്റ് റോ ഇൻറ്റു ഈ കോളം. 1 × a0 എന്ന് പറയുമ്പോൾ a0 വരും, പ്ലസ് 0 × a0 0 വരും. അതേപോലെ തന്നെ u2 എന്ത് വരും? 1 × a0 പ്ലസ് L ഇൻറ്റു a1. അപ്പം എന്ത് വരും? u2 = a0 + a1 ഇൻറ്റു L കിട്ടും. അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റിന്റെ മെട്രിക്സ് ഇങ്ങനെ വരും. u1 u2 = 1 0 1 L ഇൻറ്റു a0 a1. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഈ a0 a1നെ ഈ സൈഡിലാക്കിയിട്ട് a0 a1 എടുത്തിട്ട് ഈ 1 0 1 L എന്ത് ചെയ്തു? ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അതായത് ഈ റൈറ്റ് ഹാൻഡ് സൈഡ് കിടക്കുന്ന ഈ മെട്രിക്സിനെ u1 u2ന്റെ ഭാഗത്തോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ എങ്ങനെ വരും? a0 a1 = 1 0 1 L ഹോൾ ഇൻവേഴ്സ് u1 u2. ഇതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. a b = c ആണെങ്കിൽ മെട്രിക്സിൻ്റെ ആണ്.
എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു സി ആണെങ്കിൽ എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു സി ആണെങ്കിൽ ബി എന്താണ്? എ ഇൻവേഴ്സ് ഇൻറ്റു സി ആണ്. ഓക്കെ, ഒരു ഇക്വേഷൻ ഉണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണത്. സോ A0 A1 ഈസ് ഈക്വൽ ടു എന്താണ്? 10 1L ഹോൾ ഇൻവേഴ്സ് U1 U2 അങ്ങനെ വരും. നമ്മളത് എന്ത് ചെയ്തു? ഇതിൻ്റെ ഇൻവേഴ്സ് കാണുക. ഇതാണ് ഇൻവേഴ്സ് ആണുള്ള ഇക്വേഷൻ. ഒരു 2/2 മെട്രിക്സിന്റെ ഇൻവേഴ്സ് A11 A12 A21 A22യുടെ ഇൻവേഴ്സ് എന്താണ്? 1/A11 A22 A12 A21. ഓർത്തിരിക്കുക. ഒരു അല്ലെങ്കിൽ നമുക്ക് ഇൻവേഴ്സ് ആണുള്ള ജനറൽ ഇക്വേഷൻ ഉണ്ട്, അഡ്ജോയിന്റ് ഓഫ് എ ഡിവൈഡ് ബൈ ഡിറ്റർമിനന്റ്. അതാണ് ശരിക്കും ഇൻവേഴ്സ് ആണുള്ള ഇക്വേഷൻ. ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ടായിട്ട് കൺസിഡർ ചെയ്താൽ മതി. A11 A12 A21 A22യുടെ ഇൻവേഴ്സ് എന്താണ്? 1/A11 A22 മൈനസ് A12 A21 ഇൻറ്റു A22 മൈനസ് A12 മൈനസ് A21 A11. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് A11? ഏതാണ് ഈ മെട്രിക്സിൻ്റെ A11? ഇതാണ് A11, അതായത് ഫസ്റ്റ് എലമെന്റ്. ഈ മെട്രിക്സിന്റെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ്, അതാണ് ഈ A11. ഇതെന്താണ്? A12 ആണ്. അതേപോലെ തന്നെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ്, ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് A21. ഇത് സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് എന്താണ്? A22. ഇതിന്റെ ഇൻവേഴ്സ് എന്ത് വരും? 1 ഡിറ്റർമിനന്റ് ഓഫ് എ, അതാണ് A11 A22 മൈനസ് A12 A21. അത് നമുക്ക് എന്ത് വരും? L മൈനസ് 0, അതായത് A11 ഇൻറ്റു A22. ഇതാണ് 1 ഇൻറ്റു L മൈനസ് 1 ഇൻറ്റു 0. ഇതാണ് ഇത്, ഈ കിടക്കണം ഇത്. ഇനി ഇതിൻ്റെ എന്ത് വരും? A22 ഏതാണ്? L. ഇവിടെ L വന്നു. മൈനസ് A12 ഏതാണ്? 0 ആണ്. മൈനസ് 0 തന്നെ. പിന്നെ മൈനസ് A21 ഇതാണ് 1 ആണ്. അപ്പോൾ -1. ദെൻ A11 എത്രയാണ്? 1. ഓക്കെ, ഇൻറ്റു U1 U2. അപ്പോൾ ഇതെന്ത് നമുക്ക് അങ്ങനെ എഴുതാം? 1/L, L പുറത്തേക്ക് എടുത്താൽ 1/L L0 മൈനസ് 11 L0 മൈനസ് 11 ഇൻറ്റു U1 U2. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? A0 A1 എന്ന് പറഞ്ഞത് ഒരു മെട്രിക്സ് ആയിട്ട് കിട്ടി. 1/L L0 മൈനസ് 11 U1 U2. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? A0 A1ന്റെ വാല്യൂ ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്താണ് ഇക്വേഷൻ 2? ഇതാണ് ഇക്വേഷൻ 2. നമ്മൾ ആദ്യം തന്നെ എഴുതിയ ഇക്വേഷനാണ് ഇക്വേഷൻ 2. ഇത് U is equal to 1x A0 A1. ഇത് നമ്മൾ ഫസ്റ്റ് ഷേപ്പ് ഫംഗ്ഷന്റെ ഡെറിവേഷനിൽ ഫസ്റ്റ് എഴുതിയ ഇക്വേഷനാണ്. U എന്ന് വെച്ചാൽ 1x ഇൻറ്റു A0 A1 ആണ്. ഇതിൽ A0 A1, ഇതാണ് A0 A1. ആ സ്ഥാനത്ത് എന്ത് ചെയ്യുക? ഈ മെട്രിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്തൊരു 1/L 1x L0 മൈനസ് 11 U1 U2 എന്ന് വരും. ഈ 1x ഇവിടെ കിടക്കുന്നു. A0 A1 എന്താണ്? ഇതാണ് 1/L L0 മൈനസ് 11 U1 U2. എന്തൊരു L0 മൈനസ് 11 U1 U2 1/L കോമൺ ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യുക? ഈ ഇതിനെ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു L മൈനസ് 1 ഇൻറ്റു എക്സ് L മൈനസ് എക്സ്. അടുത്ത കോളം എന്ത് വരും? 1 ഇൻറ്റു 0 പ്ലസ് എക്സ് ഇൻറ്റു 1 എക്സ് വരും ഇൻറ്റു U1 U2. അതായത് ഈ മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുക. ഈ മെട്രിക്സ് രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് രണ്ടെണ്ണം ആ കിട്ടുന്ന ആൻസറാണിത്. L മൈനസ് എക്സ്, അതായത് 1 ഇൻറ്റു L പ്ലസ് എക്സ് ഇൻറ്റു -1. അപ്പം ഇത് എന്തൊരു മൈനസ് എക്സ് ഫസ്റ്റ് എലിമെൻ്റായി. സെക്കൻഡ് എന്തൊരു 1 ഇൻറ്റു 0 പ്ലസ് എക്സ് ഇൻറ്റു 1 എക്സ്. ഓക്കെ, U1 U2. എന്നിട്ട് ഇതെന്ത് ചെയ്യുക? ഈ L ഞാത്തേക്ക് ഉള്ളിലോട്ട് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുക. എന്തൊരു L മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ L, x/L U1 U2. ഓക്കെ,
ഇതാണ് നമ്മുടെ ഷേപ്പ് ഫംഗ്ഷന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് n1ന്റെ വാല്യൂ കിട്ടി, n2ന്റെ വാല്യൂ കിട്ടി. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? L മൈനസ് എക്സ് ബൈ എൽ എന്ന് പറയുന്ന മെട്രിക്സും ഈ u1 u2 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് u എന്ന് പറയുന്ന ഇക്വേഷൻ u എന്ന് പറയുന്നത് കിട്ടും. u എന്ന് പറയുന്നതാണ് നമ്മുടെ ഷേപ്പ് ഫംഗ്ഷന്റെ ജനറൽ ഇക്വേഷന്റെ ഫോർമാറ്റ്. u എന്ന് പറയുന്നത് എന്താണ്? n1 u1 പ്ലസ് n2 u2 പ്ലസ് n3 u3. ഇതാണ് ഷേപ്പ് ഫംഗ്ഷന്റെ ജനറൽ ഇക്വേഷൻ. ആ ഫോർമാറ്റിലോട്ട് നമുക്ക് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഓരോ നോഡൽ പോയിന്റിലും ഈ n1 ആൻഡ് n2, ഇതാണ് n1, ഇതാണ് n2. n1 എന്ന് പറയുന്നത് L മൈനസ് എക്സ് ബൈ എൽ, n2 എന്ന് പറയുന്നത് എക്സ് ബൈ എൽ. നോഡൽ പോയിന്റിലും n1ന്റെയും n2ന്റെയും വാല്യൂസ്. n1 എന്ന് പറയുന്നത് നോഡ് 1ൽ എന്താണ്? എക്സ് ഈക്വൽ ടു 0 ആണ്. നോഡ് 1ൽ എക്സ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ n1 എന്താണ്? L മൈനസ് 0 ബൈ എൽ 1 വരും. n2 എന്ന് പറയുന്നത് L എന്താണ്? അവിടെ n2ന്റെ വാല്യൂ എന്ത് വരും? 0 വരും. ഓക്കെ, എക്സ് ബൈ എൽ ആണ്. എക്സ് ഈക്വൽ ടു 0 ആവുമ്പോൾ 0 ബൈ എൽ 0. സിമിലർലി ആയിട്ട് നോഡ് 2ൽ എക്സ് ഈക്വൽ ടു എന്താണ്? എൽ ആണ്. അപ്പോൾ n1 എന്ത് വരും? L മൈനസ് എൽ ബൈ എൽ, L മൈനസ് എൽ ബൈ എൽ 0 വരും. ആൻഡ് n2 എന്ത് വരും? L ബൈ എൽ 1 വരും. ഓക്കെ, അപ്പോൾ n1 ആൻഡ് n2 അറ്റ് നോഡ് 1 ആൻഡ് നോഡ് 2. നെക്സ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് എക്സ്പ്രഷൻ ഫോർ സ്റ്റിഫ്നെസ് മെട്രിക്സ്. എക്സ്പ്രഷൻ ഫോർ സ്റ്റിഫ്നെസ് മെട്രിക്സ്. നമ്മൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്താണ് എന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്താണ് സ്റ്റിഫ്നെസ് മെട്രിക്സ്? നമ്മുടെ ഫോഴ്സിനെയും അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയും കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെന്റിനെയും നമ്മൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെട്രിക്സ് ആണ് സ്റ്റിഫ്നെസ് മെട്രിക്സ് K. ഇതിന്റെ ഒരു ജനറൽ ഇക്വേഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. K ഈസ് ഈക്വൽ ടു, ഇതിന്റെ ഡെറിവേഷൻ ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഇക്വേഷൻ എന്ന് ഓർത്തിരിക്കുക. K ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ B ട്രാൻസ്പോസ് ഇൻറ്റു D ഇൻറ്റു B ഇൻറ്റു dV. ഓക്കെ, B ട്രാൻസ്പോസ് ഇൻറ്റു D ഇൻറ്റു B ഇൻറ്റു dV. ഇതിൽ എന്താണ് B, എന്താണ് D, എന്താണ് B ട്രാൻസ്പോസ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. B എന്ന് വെച്ചാൽ എന്താണ്? സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് ആണ്. സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് ആണ് B. അതേപോലെ തന്നെ D എന്താണ്? സ്ട്രെസ് സ്ട്രെയിൻ മെട്രിക്സ് ആണ്. ഓക്കെ, B സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ്, D സ്ട്രെസ് സ്ട്രെയിൻ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ എന്താണ് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ്? അത് പറയാം. സ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താണ്? E is equal to du by dx. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ്. E is equal to du by dx. കൂടാതെ u എന്ന് പറയുന്നതിന്റെ ഒരു ഷേപ്പ് ഫംഗ്ഷൻ നമ്മൾ ഡെറൈവ് ചെയ്തായിരുന്നു. ജനറൽ ഇക്വേഷൻ u is equal to എന്താണ്? n1 u1 പ്ലസ് n2 u2. അപ്പോൾ du by dx എന്ത് വരും? d by dx ഓഫ് u n1 u1 പ്ലസ് n2 u2. ഇത് നമ്മൾ ഷേപ്പ് ഫംഗ്ഷന്റെ കാര്യത്തിലാണ് ഇത് വരുന്നത്. ഷേപ്പ് ഫംഗ്ഷൻ ആണ് ഇത്. n1 u1 പ്ലസ് n2 u2 d by dx ഓഫ് n1 u1 പ്ലസ് n2 u2. എന്തോരും? u1 ഇൻറ്റു dn1 ബൈ dx പ്ലസ് u2 ഇൻറ്റു dn2 ബൈ dx. അപ്പം എങ്ങനെ വരും? dn1 ബൈ dx ഇൻറ്റു u1 പ്ലസ് dn2 ബൈ dx ഇൻറ്റു u2. ഓക്കെ, ഇത് നമ്മളൊരു മെട്രിക്സ് ഫോർമാറ്റിലോട്ട് മാറ്റുവാണ്. dn1 ബൈ dx dn2 ബൈ dx ഇൻറ്റു u1 u2. ഇങ്ങനെ ഒരു ഫോർമാറ്റിലോട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ട്രാൻസ്ഫോം ചെയ്തു. ഇതാണത്. ഇത് നമ്മളൊരു മെട്രിക്സ് ഫോർമാറ്റിലോട്ട് മാറ്റി. അതായത് dn1 ബൈ dx ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ് ഈ മെട്രിക്സിൽ ഇൻറ്റു u1 u2. ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടണം? ഇത് കിട്ടണം. ഓക്കെ, കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് E എന്ന് പറയുന്നതിനെ ഇങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്തല്ലോ. ഇതിൽ ഈ മെട്രിക്സിന് പറയുന്ന പേരാണ് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് അഥവാ B. സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ് അഥവാ B അതാണിത്. അപ്പോൾ E എന്താണ്? E is equal to B, ഇതാണ് B ഇൻറ്റു U. ഓക്കെ, ഇതാണ് ഇൻഡിക്കേഷൻ. അതിൽ B അപ്പോൾ എന്താണ് നമുക്ക് കിട്ടി? E is equal to B ഇൻറ്റു, അതിൽ B എന്താണ്? സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ്, അതിൻ്റെ മെട്രിക്സിൻ്റെ ഫോർമാറ്റാണിത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പറയാനുള്ള എന്താണ്? D എന്താണെന്നുള്ളതാണ്. D എന്ന് വെച്ചാൽ അതിനു മുന്നേ ഈ B എന്ന് പറയുന്നത് എന്താണ്? dn1 ബൈ dx ഇൻറ്റു dn2 ബൈ dx ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ.
അപ്പോൾ ഇതിന് n1ന്റെ n2യുടെയും വാല്യൂ നമുക്കറിയാം. എന്താ ഒരു 1 ഡയമെൻഷണൽ എലമെന്റ് ആണെങ്കിൽ 1 ഡയമെൻഷണൽ കേസിന്റെ n1ന്റെ n2യുടെയും വാല്യൂ നമ്മൾ ഇപ്പോൾ ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഡെറിവേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, dn1/dx ആണ്. അതായത് n1 എന്ന് വെച്ചാൽ എന്താണ്, L1 മൈനസ് x/L ആണ്. അപ്പോൾ ഇത് അതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 1/L L മൈനസ് എക്സ് ഡെറിവേഷൻ എടുക്കുമ്പോൾ എന്ത് വരും, ഇവിടെ L എന്താണ്, കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ 0 വരും, -1 അപ്പോൾ -1/L വരും. അതുപോലെ തന്നെ n2 എന്താണ്, x/L ആണ്. ഇത് കഴിഞ്ഞ ഡെറിവേഷനിൽ ചെയ്തതാണ്, ഷേപ്പ് ഫംഗ്ഷന്റെ ഡെറിവേഷൻ നോക്കുക. അപ്പോൾ dn2/dx എന്ത് വരും, d/dx ഇൻറ്റു x/L, അപ്പോൾ എന്ത് വരും, 1/L വരും. ഓക്കെ, ഇത് രണ്ടും നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് b എന്ത് വരും, -1/L 1/L എന്ന് വരും. അതായത് dn1/dxന്റെ വാല്യൂ -1/L, dn2/dxന്റെ വാല്യൂ 1/L. അപ്പോൾ ഇതാണ് ബിയുടെ മെട്രിക്സ്, -1/L 1/L. അതുപോലെ തന്നെ ബി ട്രാൻസ്പോസ് എന്ത് വരും, ഇത് ഈ റോ എന്ത് ചെയ്യുക, കോളമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഈ റോ നേരെ കോളമായിട്ട്, ഇതാണ് നമ്മുടെ റോ, ഇങ്ങനെയുള്ള റോ, ഇതിന് നമുക്ക് എന്ത് ചെയ്യുക, കോളമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുക. -1/L 1/L. അപ്പോൾ ബി എന്താണെന്ന് കിട്ടി, ബി ട്രാൻസ്പോസ് കിട്ടി. അടുത്തത് നമ്മൾ എന്താണ്, ഡി എന്താണെന്നല്ല ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡി എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റിലേഷൻ ആണ്. എന്താണ് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ, എന്താണ്, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു എന്താണ്, യങ്സ് മോഡുലസ്. ആ ഡി എന്ന് പറയുന്നതിൻ്റെ നമ്മൾ 1 ഡയമെൻഷണൽ കേസിൽ യങ്സ് മോഡുലസ് എന്നാണ് പറയുക. സെയിം തന്നെയാണ് നമ്മുടെ സ്ട്രെസ് ബൈ സ്ട്രെയിനിന് ഇ എന്ന് വിളിക്കില്ല, യങ്സ് മോഡുലസ്, അതിൻ്റെ മെട്രിക്സ് തന്നെയാണ് ഡി മെട്രിക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ കെ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ ബസ് എന്താ പറഞ്ഞായിരുന്നു, ഇത് ബി ട്രാൻസ്പോസ് ഇൻറ്റു ഡി ഇൻറ്റു ബി ഇൻറ്റു ഡി വി ആണ് നമ്മൾ പറഞ്ഞത്, അത് ഇൻ്റഗ്രൽ വി. അപ്പോൾ നമ്മൾ വോളിയം എന്ന് വെച്ചാൽ എന്താണ്, ഇൻ്റഗ്രൽ വി എന്ന് പറഞ്ഞാൽ വോളിയമാണ്. അപ്പോൾ വോളിയം എന്ന് വെച്ചാൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. ഇതാണ് നമ്മുടെ എലമെന്റ് എന്ന് കൺസിഡർ ചെയ്യുക, ഒരു 1 ഡയമെൻഷണൽ എലമെന്റ്. ഇതാണ് നമ്മുടെ എലമെന്റ്. ഇത് ഈ എലമെന്റിന്റെ ലെങ്ത് L, ഇതിന്റെ ഏരിയ കോൺസ്റ്റന്റ്, ഇത് ക്രോസ് സെക്ഷണൽ ഏരിയ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ക്രോസ് സെക്ഷണൽ ഏരിയ കോൺസ്റ്റന്റ് A. അപ്പോൾ ഇതിന്റെ വോളിയം എന്ത് വരും, A ഇൻറ്റു ഒരു ചെറിയൊരു എലമെന്റ് കൺസിഡർ dx, അപ്പോൾ എന്ത് വരും, A ഇൻറ്റു dx എന്ന് വരും. അപ്പോൾ നമ്മൾ അതിന്റെ വോളിയം കാണാൻ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, എക്സ് വേരി ചെയ്യുന്ന അവിടം വരെയാണ് 0 to L വരെ. അപ്പോൾ 0 to L ബി ട്രാൻസ്പോസ് ഇൻറ്റു ഡി ഇൻറ്റു ബി ഇൻറ്റു എ ഇൻറ്റു ഡി എക്സ്. എ ഇൻറ്റു ഡി എക്സ് ആണ് വോളിയം. അപ്പോൾ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇതിൽ എന്തൊക്കെയാണ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്, ഈ കോൺസ്റ്റന്റ് ആണ്. അതായത് ഡി എന്ന് പറയുന്നത് എന്താണ്, ഇ ആണ്, യങ്സ് മോഡുലസ് ആണ്. അപ്പോൾ ബി ട്രാൻസ്പോസ് എന്ത് വരും, നമ്മളിപ്പോൾ ഡെറൈവ് ചെയ്തു, -1/L 1/L അതിവിടെ വരും, ഇൻറ്റു ഇ. പിന്നെ ബി എന്ന് പറയുന്നത് എന്താണ്, -1/L 1/L ഇൻറ്റു എ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇതിൽ നമുക്ക് എയും ഇയും കോൺസ്റ്റന്റ് ആണ്, ഏരിയ കോൺസ്റ്റന്റ് ആണ്, ഇ കോൺസ്റ്റന്റ് ആണ്. ഇതിലാകെ വേരി ചെയ്യുന്നത് ഈ ഡി എക്സ് ആണ്, എക്സ് ആണ് വേരി ചെയ്യുന്നത്. അപ്പോൾ എ ഇ, പിന്നെ നമുക്ക് അപ്പോൾ ഇത് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതും അതിൻ്റെ ഉള്ളിൽ വരും, -1/L ഇൻറ്റു -1/L 1/L. ഇത് ഈ മെട്രിക്സ്, ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, -1/L ഇൻറ്റു -1/L എത്ര വരും, 1/L സ്ക്വയർ, പിന്നെ -1/L ഇൻറ്റു -1/L -1/L സ്ക്വയർ. അപ്പോൾ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അപ്പോൾ എന്ത് വരും, ശ്രദ്ധിക്കുക, ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. -1/L ഫസ്റ്റ് റോ, ഇതാണ് ഫസ്റ്റ് റോ, ഇത് വരച്ച് കാണിച്ചുതരാം, കുറച്ച് എളുപ്പമുണ്ടാവും. ഫസ്റ്റ് റോ ഇതാണിത്, ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം, ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം. അപ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, അപ്പോൾ എന്താണ്, -1/L ഇൻറ്റു -1/L എന്ത് വരും, 1/L സ്ക്വയർ, മൈനസ് എന്തായി, പോസിറ്റീവായി. ഇനി അടുത്തത് ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം ഓഫ് ദി സെക്കൻഡ് മെട്രിക്സ്. ഇതാണ് സെക്കൻഡ് മെട്രിക്സ്, ഇത് ഫസ്റ്റ് മെട്രിക്സ്, ഇത് ബി കൺസിഡർ ചെയ്യുക. അപ്പോൾ -1/L ഇൻറ്റു 1/L അത് ഇവിടെ ആയിരിക്കും എലമെന്റ് വരിക, എന്തൊരു -1/L സ്ക്വയർ. അതുപോലെ തന്നെ സെക്കൻഡ് കേസിൽ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 1/L ഇൻറ്റു -1/L സ്ക്വയർ. അതേപോലെ തന്നെ സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം എന്തൊരു 1/L ഇൻറ്റു 1/L സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു.
ഇപ്പം എന്താ നമുക്ക് കിട്ടി? ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ഇൻ്റഗ്രേഷൻ ചെയ്യുക. കൂടാതെ എൽ സ്ക്വയർ കോമൺ ആണ്, അത് പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്ത് വരും? എ ഇ ബൈ എൽ സ്ക്വയർ ഇൻ്റഗ്രൽ 0 to L 1 - 1 - 1 1. അതെങ്ങനെ വന്നു? എൽ സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണുള്ളത്? 1, ഇവിടെ -1 -1 1. അതാണ് ഈ മെട്രിക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇതും എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്തു? ഇതും പുറത്തേക്ക് എടുത്തു. പിന്നെ നമുക്കുള്ളത് എന്താണ്? ഇൻ്റഗ്രൽ 0 to L ഡി എക്സ്. അപ്പോൾ ഇത് ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഡി എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? എക്സ് ആണ്. അപ്പുറം ലിമിറ്റ് എന്താണ്? 0 to L ആണ്. ഇതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇവിടെ ഒരു എൽ വരും. ഈ എല്ലിനെ ഇതുകൊണ്ട് ഇവിടെ എൽ സ്ക്വയർ ഉണ്ട്, അത് രണ്ടും എന്ത് ചെയ്തു? കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് എന്ത് വരും? എ ഇ ബൈ എൽ ഇൻറ്റു 1 - 1 - 1 1. ഇതാണ് സ്റ്റിഫ്നെസ് മെട്രിക്സ് ഫോർ എ വൺ ഡയമെൻഷണൽ ബാർ എലമെന്റ്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡെറിവേഷൻ ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. K is equal to AE by L into 1 - 1 - 1 1. ഇത് നിങ്ങൾ മറക്കരുത്, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാണ്. ഒരു വൺ ഡയമെൻഷണൽ എലമെന്റ്, ബാർ എലമെന്റ്, ഇതാണ് വൺ ഡയമെൻഷനിൽ. ഇതിന് യു എന്ന് പറയുന്ന ഡയറക്ഷനിൽ മാത്രം, എക്സ് എന്ന് പറയുന്ന ഡയറക്ഷനിൽ മാത്രം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ഇത് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. അങ്ങനെയുള്ള കേസിൽ നമുക്ക് വരുന്ന പ്രോബ്ലംസിൽ ഉണ്ടാവുന്ന സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെ ഇക്വേഷൻ ആണ് K is equal to AE by L into 1 - 1 - 1 1. ഓക്കെ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക? ഇത് ഓർത്തിരിക്കുക. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് എന്താണ് ഷേപ്പ് ഫംഗ്ഷൻ, കൂടാതെ അതിൻ്റെ ഒരു വൺ ഡയമെൻഷണൽ എലമെന്റ്. അതായത് നമ്മൾ ഈ മൊഡ്യൂളിൽ മെയിനായിട്ട് വൺ ഡയമെൻഷണൽ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വൺ ഡയമെൻഷണൽ എലമെന്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് ഫംഗ്ഷന്റെ ഡെറിവേഷൻ, കൂടാതെ ഒരു വൺ ഡയമെൻഷണൽ എലമെന്റിന്റെ സ്റ്റിഫ്നെസ് മെട്രിക്സിന്റെ ഡെറിവേഷൻ.